പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മാർച്ച് മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്കൊരുമിച്ച് അടുത്തു വരാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ അസാധ്യതയിലാണോ നിൽക്കുന്നത്? ഇനി മുമ്പിൽ ഒരു വഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പ്രഭാതത്തിൽ ഈ കേൾക്കുന്ന വചനത്തിനകത്ത് ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുക: മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ ഒന്ന് ആശ്രയിക്കാം. നമ്മുടെ ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം വിളിക്കുന്ന ദൈവം ആരാണെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ അവനെല്ലാം കഴിയുമെന്നും സകലത്തിന് മുകളിൽ അധികാരമുള്ളവനാണ് എൻ്റെ ദൈവം എന്ന് തിരിച്ചറിയണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതാ കന്യകയായ മറിയ ദൂതനോട് പറയുന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കന്യകയായ മറിയ ഇതാ ദൂതനോട് പറയാണ്, ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം, പുരുഷനെ അറിയാതെ എങ്ങനെ ഞാനൊരു മകളെ പ്രസവിക്കും? ആ നിലയിൽ ഇതാ വലിയ ചോദ്യമായി നിൽക്കുമ്പോൾ ദൂതൻ ദൈവത്തെക്കുറിച്ച് വലിപ്പമായി മറിയോട് പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇതാ ദൂതൻ മറിയോട് ഉത്തരം പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 4 ദിവസം മാറ്റം വെച്ച ലാസറിനെ ഒറ്റ വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവൻ ഇതാ നിനക്ക് വേണ്ടി ഒരു വലിയ മഹത്വത്തെ, വലിയ അത്ഭുതത്തെ ഈ പ്രഭാതം മുതൽ ചെയ്യാൻ പോവുകയാണ്. ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ എൻ്റെ ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെട്ട് വരികയാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാകുന്നു. എത്ര പേർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ പറയും, ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിഷയത്തിനകത്ത് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്, അസാധ്യതകളെ അവൻ സാധ്യമാക്കും. അതേ നിലയിൽ ഇതാ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും നാം ഇതുവരെയും കേട്ടതും ദൈവം അസാധ്യതകളെ സാധ്യമാക്കും എന്നുള്ളതാണ്. മറിയോട് ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വാക്യം നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി വീണ്ടും നമ്മൾ വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ
ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം 99 വയസ്സായി ശരീരം മുഴുവൻ നിർജീവത്വം വെളിപ്പെട്ട് നിൽക്കുന്ന അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ആ വലിയവനായ ദൈവം മറുപടി പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതം മുതൽ വലിയൊരു അത്ഭുതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. മനുഷ്യന് കഴിയത്തില്ലെന്ന് പറയുന്നതിന്, ലോകം ഇനി അവസാനിച്ചെന്ന് പറയുന്നതിന്, എൻ്റെ കൂടെ ദൈവത്തിൽ അധികമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സാധാരണ അത്ഭുതത്തെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, വലിയ അത്ഭുതത്തെ വിശ്വസിക്കണം. കാരണം അവൻ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുളവാക്കിയവനാണ്. സാധാരണ വീഞ്ഞല്ല, അനേക വർഷങ്ങൾ പഴക്കമുള്ള ഏറ്റവും വീര്യമുള്ള അവിടുത്തെ വീഞ്ഞ് രുചിച്ചു നോക്കിയ വിരുന്നുവാഴി പറയുകയാണ്, ഞാൻ ഇത്രത്തോളം നല്ലൊരു വീഞ്ഞ് ഇതുവരെയും കുടിച്ചിട്ടില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പിനെ മധുരമാക്കാൻ കഴിയുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒന്നുകൂടെ അത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ 99 വയസ്സായ അബ്രഹാമിനോട് പറയാണ്, അടുത്ത വർഷം ഇതേ സമയം നിനക്കൊരു മകനുണ്ടാകും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ പോകുന്ന മാസമാണ്, അത്ഭുതങ്ങളെ കാണാൻ പോകുന്ന വർഷമാണിത്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആ നിലയിൽ ദൈവത്തെ ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൊണ്ട് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മത്സരികൾക്ക് ഒരടയാളമായി തിരഞ്ഞെടുത്തവൻ്റെ വടിയെ തളർപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടിയെ തളർത്ത് പൂത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ മണിക്കൂറുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വലിയ അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. 12 ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ 12 വടി അവരുടെ പേരെഴുതിക്കൊണ്ടാണ് ഇതാ മോശ ദൈവസന്നിധിയിലേക്ക് കയറുന്നത്. ആ വടി എൻ്റെ അഭിപ്രായത്തിൽ ഇതാ ചാരി വെച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിലത്തിട്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഒരുത്തൻ്റെ വടി പൂത്ത് ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ആ വടി നിവർന്നു നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഒറ്റ ദിവസം കൊണ്ടൊരു വലിയ അത്ഭുതം അഹരോന് വേണ്ടി ദൈവത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് അഹരോന് വേണ്ടി ഒരു വലിയ അത്ഭുതത്തെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടൽ മുറിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മണിക്കൂറുകളിൽ അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നവർ വിശ്വസിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവത്തിന് സകലതും കഴിയും. കാരണം അവൻ സകല ജഡത്തിൻ്റെയും ദൈവമായി യഹോവയാകുന്നു, അവന് കഴിയാത്തതായി ഒന്നുമില്ല. ഈ പ്രഭാതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും വലിയ നിലയിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊരു വലിയ അത്ഭുതം ഈ ദിവസങ്ങളിൽ, ഈ മാസത്തിൽ ദൈവം ചെയ്യും. ഞാൻ ഒരുമിച്ച് വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരാണ്. കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ മണിക്കൂർ മുതൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വലിയ ദൈവപ്രവൃത്തി അങ്ങ് ചെയ്യണമേ അപ്പ. അത്ഭുതത്തെ ചെയ്യണമേ, വീര്യപ്രവർത്തികളെ ചെയ്യണമേ അപ്പ. ദൈവത്തിൻ്റെ ഭയങ്കര മറുപടിക്കായി ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കും അതിനകത്ത് പങ്കുചേരാം. അനേകായിരങ്ങൾക്ക് അതൊരു വിടുതലും സൗഖ്യവും ഉണർവുമായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.